ഓരോ വർഷം കൂടുന്തോറും ക്രെഡിറ്റ് കാർഡിന്റെ ഉപയോഗം ഇന്ത്യയിൽ കൂടി വരികയാണ്. ഈ ഒരു വർഷം മാത്രം 27% വർധനവാണ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഉപയോഗിക്കുന്ന ആളുകൾ അത്രയും കൃത്യമായി ഉപയോഗിക്കുകയാണെങ്കിൽ ക്രെഡിറ്റ് കാർഡിനെ പോലെ ലാഭമുള്ള ഒരു സംഭവം വേറെയില്ല. എന്നാൽ ഭൂരിഭാഗം ആളുകളും ക്രെഡിറ്റ് കാർഡുകൾ ശരിയായ രീതിയിലല്ല ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെയുള്ള കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സിബിൽ സ്കോറും നമ്മുടെ വരുമാനവും ഒക്കെ കണക്കാക്കിയാണ് ബാങ്കുകൾ നമുക്ക് ക്രെഡിറ്റ് കാർഡുകൾ നൽകുന്നത്. ഓരോ വർഷവും ക്രെഡിറ്റ് കാർഡിന്റെ ഉപയോഗത്തിന്റെ നിയമങ്ങളും അതുപോലെ തന്നെ നിബന്ധനകളും മാറുന്നുണ്ട്. മിക്കവാറും നമ്മൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കാറില്ല. അതുപോലെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, തക്കതായ കാരണമുണ്ടെങ്കിൽ ഒരുപക്ഷെ ബാങ്കിന് എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ ക്രെഡിറ്റ് ലിമിറ്റ് കുറയ്ക്കാൻ സാധിക്കും. നിങ്ങളുടെ കാർഡിന്റെ ക്രെഡിറ്റ് ലിമിറ്റ് കുറയ്ക്കാൻ സാധിക്കും. തക്കതായ കാരണം എന്ന് പറഞ്ഞത് മറ്റൊന്നുമല്ല, ഒരുപക്ഷെ നിങ്ങളുടെ സിബിൽ സ്കോർ കുറയുകയോ പ്രോപ്പറായ രീതിയിൽ പേയ്മെന്റ് നടത്താതെ വരികയും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണ് ബാങ്കിന്റെ റിസ്ക് മാനേജ്മെന്റിന്റെ ഭാഗമായി ക്രെഡിറ്റ് ലിമിറ്റ് കുറയ്ക്കാൻ സാധ്യതയുള്ളത്. ഒരുപക്ഷെ നിങ്ങൾക്ക് വലിയൊരു ബുദ്ധിമുട്ടുള്ള സമയത്തായിരിക്കും ക്രെഡിറ്റ് ലിമിറ്റ് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നത്. അതായത് നിങ്ങളെ പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ട് വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും പർച്ചേസ് ചെയ്തതിൻ്റെ കാര്യമുള്ള സമയത്തായിരിക്കും ഇങ്ങനൊരു ക്രെഡിറ്റ് ലിമിറ്റ് കുറയുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങളെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു കാര്യമായേക്കാം അത്. അതുകൊണ്ട് ഏറ്റവും കൃത്യമായ രീതിയിൽ തന്നെ ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ അടയ്ക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂടുതൽ ലോണുകളൊക്കെ ഉണ്ടെങ്കിൽ അത് അടച്ച് ലോണിൻ്റെ എണ്ണം കുറയ്ക്കുക, ലോൺ അക്കൗണ്ടുകൾ കുറയ്ക്കുക, അല്ലെങ്കിൽ ക്രെഡിറ്റ് ലിമിറ്റ് പൂർണ്ണമായി ഉപയോഗിക്കാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അത്രയും കൃത്യമായ രീതിയിൽ തന്നെ ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. മാത്രമല്ല, ക്രെഡിറ്റ് കാർഡുകളിലെ ഇൻട്രസ്റ്റുകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പരമാവധി ക്രെഡിറ്റ് കാർഡുകൾ കൃത്യമായ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുക തന്നെ വേണം. അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ ക്രെഡിറ്റ് കാർഡ് കൊണ്ട് നമുക്ക് വളരെയധികം നേട്ടമുണ്ടാകാനും സാധിക്കും. എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. താങ്ക് യു.